ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് കുറേ ആളുകൾ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പല വീഡിയോസിലൂടെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ കുറേ വർഷം വർക്ക് ചെയ്തതെന്ന് പല വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള ആളുകളാണ് കൂടുതലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്. ഗൾഫിൽ അവർ സ്ഥിരതാമസമായിട്ടുള്ള ആളുകൾ, വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകൾ, അവർ യൂറോപ്യൻ കൺട്രിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ബെറ്റർ ആയിരിക്കുമോ, അവർക്ക് അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പോയ ആളുകളെല്ലാം അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പലവിധ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് സത്യം ഇരിക്കുന്നത്, നമ്മൾക്കിവിടെ വിട്ടിട്ട് പോരാൻ പറ്റുമോ എന്നൊക്കെയുള്ള പലവിധ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് നേഴ്സുമാർ അവരുടെ ഫാമിലിയുമായിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അത് നമ്മളാണ്. ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഗൾഫിൽ നിന്ന് യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുന്നത് 100% ബെസ്റ്റാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വളരെ മോശമാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകൾ എങ്ങനെയാണ് മണി സേവ് ചെയ്യുന്നത് അത് ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകൾക്ക് ഓരോ കൺട്രി ഇഷ്ടപ്പെടുന്നതിൻ്റെ രീതികൾ വേറെയാണ്. അപ്പോൾ അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഇതിലുണ്ട്. പക്ഷേ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ള ആളുകളുടെ ഒരു കാര്യവുമല്ല പറയുന്നത്. എനിക്കെന്താണ് ഫീൽ ചെയ്ത് എന്നുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്ത ആദ്യ സമയത്ത് തന്നെ എനിക്ക് ഷോക്കായി പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു 200 വർഷം പഴക്കമുള്ള ഒരു ഹോസ്പിറ്റലിലാണ്, അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എല്ലാം നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ഫെസിലിറ്റീസിലും വർക്ക് ചെയ്യുന്നവരാണ് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഫസ്റ്റ് വരുന്ന ഒരു ഷോക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ JCI സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഗൾഫിലെല്ലാം വർക്ക് ചെയ്യുമ്പോൾ JCIയുടെ സ്റ്റാൻഡേർഡ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്താഗതി എന്ന് പറയുന്ന ഒരു ഹൈ ക്ലാസ് സ്റ്റാൻഡേർഡാണ് എന്നാണ് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ആ ഒരു സത്യം തിരിച്ചറിയുന്നത്. ഈവൻ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം കാണുമ്പോൾ നമ്മൾ ശരിക്കും ഓർക്കും, ഇങ്ങനെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലും നഴ്സിംഗ് ഹോമുകളിലും യൂഷ്വലി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ള ഒരവസ്ഥ കണ്ടപ്പോൾ ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി. അപ്പോൾ പല സിസ്റ്റങ്ങളും ഇപ്പോഴും പഴയ കാലത്ത് ചെയ്യുന്ന പോലെയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കെയർ കിട്ടുക എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് അറിയാം, ഇവിടെ ജീവിക്കുന്ന എല്ലാ ആളുകളും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. നമുക്കൊരു ഡോക്ടറെ കാണാൻ, അല്ലെങ്കിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതൊരു വലിയ നൂലാമാല തന്നെയാണ്. നമ്മൾ മിക്ക അസുഖങ്ങളും നമ്മൾ തനിയെ ട്രീറ്റ് ചെയ്ത് നമ്മൾ തനിയെ എല്ലാം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതായത് ചെറിയ അസുഖങ്ങൾക്ക്, വലിയ അസുഖങ്ങളാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോയി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറി വരുവാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മളൊരു അപ്പോയിൻമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറുതെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അഥവാ നമ്മുടെ ഒരു രോഗം ഡയഗ്നോസ് ചെയ്താലും അതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് വളരെ കാലമെടുക്കും. ഇതൊന്നും ആരും തുറന്ന് പറയാറില്ല. അപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ റീസെൻ്റായിട്ട് ഞാൻ ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തത്. ബിക്കോസ് ഇവിടെ ഒരു MRI ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടൻറ്റിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതാണ് എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടുത്തെ നെഗറ്റീവാണ് ആദ്യം പറയുന്നത് കേട്ടോ. പോസിറ്റീവ് സൈഡ് ഞാൻ പിന്നെ പറയാം. ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം
പ്രശ്നം വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന അത് ഇൻഡിവിജ്വൽ ലൈസൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓൺ ലൈസൻസ്. ഇപ്പം ഗൾഫിൽ നമുക്ക് അങ്ങനെ ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഓവറോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു എറർ പറ്റുവാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിൻ്റെ പല റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഗൾഫ് രാജ്യത്ത് നമുക്ക് പല കാര്യങ്ങളിലും അതിന് സപ്പോർട്ടുണ്ട്. ഇപ്പം അത്ര സിവിയർ അല്ലാത്ത പ്രോബ്ലംസ്, അത്ര സിവിയർ അല്ലാത്ത എറർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എന്താ പറയുന്നത് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ഇപ്പം ഞാൻ സൗദിയിലാണെങ്കിൽ നേഴ്സ് മാനേജറായിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്താൽ ഞാനിപ്പോൾ അങ്ങനെ ഒത്തിരി കേസസ് ഡീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. നമ്മൾ മാക്സിമം നമ്മുടെ നഴ്സസിനെ അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിലുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി നമ്മൾ മാത്രമായിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെഡിസിൻ അറിയാതെ കൊടുത്തു, അല്ലെ എന്തെങ്കിലും വേറൊരു പ്രോബ്ലം വന്നു, അത് നമ്മുടെ മാത്രം പ്രശ്നമാണത്. പിന്നെ ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ കാണുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും രീതിയും കാര്യങ്ങളും എല്ലാം വ്യത്യാസമായിരിക്കും. ഇപ്പോൾ അയർലൻഡ് ആണെങ്കിൽ തന്നെയും നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ അറിയണമെന്നില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഏത് ചെയ്താലും നമ്മൾ ഭയത്തോടു കൂടി ഒരാളാണ് ചെയ്യുന്നത്. നമുക്കൊരു അത്ര സപ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ തനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് സൈഡും കൂടിയുണ്ട്. ഇവിടെ ആരോടും നമ്മൾ പുറകെ നടന്ന് അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അവരുടെ പേഷ്യൻ്റ് എന്താണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അറിയാം. ഈ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പല കാര്യത്തിലും നമ്മൾ സ്റ്റാഫിനെ ഉന്തി ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈവൻ അവരുടെ സ്റ്റഡീസ്, അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റഡീസ്, അവരുടെ കോഴ്സസ് ഒക്കെ അത് എക്സ്പയറി ആയി കഴിഞ്ഞാൽ അവരെ പുഷ് ചെയ്ത് വേണം നമ്മൾ വിടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതിന് പോ, BLSന് പോ, ACLSന് പോ, അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് അവരെ ആ ഒരു കോഴ്സസിന് വിടുവാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളുടെ കോഴ്സസ് എക്സ്പയറി ആകുന്നതിന് മുമ്പേ നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മളത് ചെയ്യണമെന്നുള്ള ആ ഒരു ബോധമുണ്ട്. ആരും നമ്മളുടെ പുറകിൽ നിന്ന് പുഷ് ചെയ്യാനായിട്ടോ ഒന്നുമില്ല. ഗൾഫിൽ നമുക്ക് ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് ഇപ്പം നഴ്സസ് ആയിക്കൊള്ളട്ടെ, മറ്റ് എംപ്ലോയീസ് ആയിക്കൊള്ളട്ടെ, നമ്മൾ ആദ്യമേ തന്നെ എയർപോർട്ട് മുതൽ നമുക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അതായത് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓറിയൻറ്റേഷൻ തരാനുള്ള ആൾ, ഫസ്റ്റ് ഡിലേ നമുക്ക് ഫുഡ് നമുക്ക് റെഡി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ തരും. അതുപോലെ നമ്മുടെ എല്ലാ ഡോക്യുമെൻസും, അതായത് ഇക്കാമ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തു തരാനായിട്ട് അതിനൊരു സിസ്റ്റമുണ്ട്. നമ്മൾ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മളിവിടെ വരുന്ന ദിവസം മുതൽ നമ്മളൊരു ഇവിടുത്തെ IRP കാർഡ് എന്ന് പറയും, IRP കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണം. അത് വെരി ഡിഫിക്കൽട്ടാണ് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ തന്നെ അവിടെ പോയി നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഗൾഫിലാണെങ്കിൽ പണ്ടത്തെ കാലത്താണെങ്കിൽ പാസ്പോർട്ട് വരെ എക്സ്പയറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നൊക്കെ പാസ്പോർട്ട് അവിടുത്തെ അഡ്മിൻ്റെ കയ്യിലായിരിക്കുമല്ലോ. അപ്പം അതായത് HR-ലായിരിക്കുമല്ലോ. അപ്പോൾ ആ HR-ൽ നമ്മുടെ പാസ്പോർട്ട് എക്സ്പയറി ആയാൽ തന്നെ അവർ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ തരികയും എത്രയും പെട്ടെന്ന് അവർ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് നമ്മളെ അത് റിന്യൂ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ ഇക്കാമ എക്സ്പയറി ആവുന്നതിന് മുമ്പേ നമുക്ക് നോട്ടിഫിക്കേഷൻ തരികയും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയുക, എന്നിട്ട് അവർ തന്നെ അത് ചെയ്തു തരികയും ചെയ്യുക. ഇവിടെ എന്ത് കാര്യങ്ങൾ എക്സ്പയറി ആയാലും അത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് നോക്കി നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ കൂടുതൽ ഇവിടെ വരുന്ന ആളുകൾ ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആകും, എല്ലാ കാര്യത്തിനും ഇൻഡിപെൻഡൻ്റ് ആകും. അതുപോലെ നമുക്ക് ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും, നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഒരു ചായ പോലും നമുക്ക് ഫ്രീ ആയിട്ടില്ല. അതേസമയം ഗൾഫിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വൺ ടൈം ആ ഡ്യൂട്ടിയിലുള്ള ഒരു ഫുഡ് നമുക്ക് കിട്ടുമായിരുന്നു. അതുപോലെ ചില സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തെടുത്ത് ഡ്യൂട്ടിയിൽ 3 times ആണെങ്കിൽ ആ 3 times നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ സമയത്ത് ടീ കോഫി
എപ്പോഴും അവൈലബിൾ ആയിരിക്കും, എപ്പം വേണേലും നമുക്കത് കഴിക്കാം. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടീ തന്നെ നമുക്കൊന്ന് കുടിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ പൈസ സ്പെൻഡ് ചെയ്ത് മേടിക്കണം. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ റെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ വരികയാണെന്ന് വെച്ചോ, അവർക്കിപ്പോൾ അവർ HSCയിൽ അവർക്ക് കിട്ടി, അതായത് ഗവൺമെൻറ്റിൽ കിട്ടി. ഗവൺമെൻറ്റിലാണ് സാലറി കുറവ് കമ്പയർ ടു നഴ്സിംഗ് ഹോം. അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ കാര്യം കേട്ടോ പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് HSCയിലാണ് സാലറി കൂടുതൽ. ബിക്കോസ് അവരത് എൻഹാൻസ് നേഴ്സ്, സീനിയർ എൻഹാൻസ് നേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ പേ ചെയ്യുമ്പം എക്സ്പീരിയൻസ് കൂടിയ ആളുകൾക്ക് ഹൈ സാലറി HSCയിൽ കിട്ടുകയും അതുപോലെ എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകൾക്ക് കുറവ് സാലറിയാണ് HSCയിൽ കിട്ടുന്നത്. അതേസമയം നഴ്സിംഗ് ഹോമിൽ നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒരുമാതിരി ഏകദേശം സെയിം പേ സ്കെയിലാണ്. വലിയ വ്യത്യാസമില്ല, €1 വല്ലതും ഡിഫറൻറ്റ് വല്ലതും കാണും. എല്ലാവർക്കും ഒരേ പേ സ്കെയിലാണ് കിട്ടുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ് നഴ്സിംഗ് ഹോമിൽ ചെയ്യുവാണെങ്കിൽ അവരുടെ കയ്യിലേക്ക് കുറേ പൈസ കിട്ടും. കാരണം പെൻഷനും കാര്യങ്ങളും ഒന്നും പല കട്ടിങ് ഒക്കെ വരാത്തത് കൊണ്ട് അവർക്ക് ആ ഒരു സാലറി കിട്ടും. അതുപോലെ പെർ അവറും HSCയെ സംബന്ധിച്ച് നഴ്സിംഗ് ഹോമിലുള്ളവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ HSCയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ HSCയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു നേഴ്സ് വരികയാണ്, €3,000 അവർക്ക് സാലറി ആയിട്ട് കിട്ടും എന്ന് വെക്കുക. ഒരു 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്, 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സാലറി കിട്ടുകയാണെങ്കിൽ, അതായത് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ അയർലൻഡിലെ, അതായത് ഡബ്ലിനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കൗണ്ടികളിലെ കാര്യമല്ല, ഡബ്ലിനിലെ നമുക്കൊരു 2 ബെഡ്റൂം ഹൗസിന് വേണ്ടിയിട്ട് കുറഞ്ഞത് €1,750 മുതൽ 2,250, ചിലയിടത്ത് €2,500 വരെ റെൻറ്റ് പോവുകയാണ് ഇപ്പോൾ. അതായത് ഡബ്ലിൻ്റെ ഏത് പാർട്ടിൽ വീടെടുത്താലും ഏകദേശം അതാണ് ഇവിടുത്തെ റെൻറ്റ് ഇപ്പോൾ. അപ്പോൾ അത്രയും റെൻറ്റ് നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെൻറ്റ് മാത്രം പോരല്ലോ നമുക്കിവിടെ ജീവിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വണ്ടി മേടിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ആർഭാടമല്ല, വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഒരു കൺട്രിയിൽ വരുമ്പോൾ നമുക്കൊരു വണ്ടി വേണം എന്നുള്ളത്. അപ്പം ഈ വണ്ടിയാണെങ്കിലും എല്ലാവരും തന്നെ അവർ ലോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ ലോണിൻ്റെ പേയ്മെൻറ്റ് പോകും. അതുപോലെ ഇവിടെ വണ്ടിക്ക് എല്ലാ മാസവും നമ്മൾ ഇൻഷുറൻസ് നമ്മുടെ സാലറിയിൽ നിന്ന് പോവും. പിന്നെ ഇതിന് NCTക്ക് പേയ്മെൻ്റ് ഉണ്ട്, അതുപോലെ റോഡ് ടാക്സ് അതിന് പേയ്മെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ളത് കാറ് മേടിച്ച് കഴിഞ്ഞാൽ കാറിന് തന്നെയായിട്ട് അത് അത്രയും പോകും. ഓക്കെ, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് എന്നും ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നതുമായിട്ടുള്ള അതൊരു ചിലവ്. നമ്മൾ എത്ര ഡിസ്റ്റൻസ് പോകുന്നു അതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിനൊരു ചിലവാകും നമുക്ക്. അപ്പോൾ അതങ്ങനെ ഒരു പേയ്മെൻറ്റ് പോകും. പിന്നെ മറ്റത് യൂട്ടിലിറ്റി ബില്ലുകൾ, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല്, അതുപോലെ നമ്മളുടെ ഈ വേസ്റ്റിൻ്റെ ബിന്നിന് അതിനുള്ള പേയ്മെൻറ്റ്, അങ്ങനെ പലതരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പേയ്മെൻറ്റ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു €3,000 സാലറി കിട്ടുന്നയാളെ ഇത്രയും റെൻറ്റ് പേ ചെയ്ത ഇത്രയും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് മേടിക്കാനുള്ള പൈസ എന്ന് പറയുന്നത് എത്രമാത്രമുണ്ട്? ജസ്റ്റ് ഒരു ഫാമിലിക്ക് എങ്ങനെയൊക്കെയോ റൺ ചെയ്ത് പോകാൻ പറ്റുന്നു. ഹസ്ബൻഡിന് ജോലി ഉണ്ടെങ്കിൽ അവർക്ക് റൺ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഞാൻ പറയുന്ന ചെറിയ കുട്ടികളുമായിട്ട് വരുന്നവരുടെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ റൺ ചെയ്ത് പോകാനായിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഇവിടെ സോഷ്യൽ സർവീസിൽ നിന്ന് അവർക്ക് ഒരു എമൗണ്ട്, ഐ തിങ്ക് 350 ആണെന്ന് തോന്നുന്നു, അത്രയും ഒരു എമൗണ്ട് അവരുടെ ചിലവിനായിട്ട് കിട്ടും. ആ ഒരു ബെനിഫിറ്റാണ് മെയിനായിട്ടും ഉള്ളത്. അപ്പം ബിഗിനിങ്ങിലത്തെ കാര്യമാണ് പറയുന്നത്. കുറേ വർഷം ചെല്ലുമ്പോൾ നമ്മളത് എന്താ പറയുക, പിന്നീട് നമ്മൾ വീട് മേടിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പിന്നെയും ആ എക്സ്പെൻസസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. വൺസ് വന്നവരെന്തുകൊണ്ട് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വീട് മേടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഗൾഫിൽ എത്ര വർഷം വർക്ക് ചെയ്താലും അവർ പറയുന്ന സമയത്ത് നമ്മൾ ഗൾഫ് വിട്ട് പോരേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പിന്നെയും നാട്ടിൽ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇവിടെ ഇപ്പോൾ എത്രയും പൈസ സ്പെൻഡ് ചെയ്താലും നമുക്ക് എന്ന് പറഞ്ഞൊരു വീട് മേടിക്കാനായിട്ട് ഇവിടെ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവിടെ കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ ഒരു കാരണം.
കാരണം യൂറോപ്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട് എല്ലാവരും നമ്മൾ പഠിച്ചതുപോലെയല്ല നമ്മുടെ മക്കളെ ബെസ്റ്റായിട്ട് പഠിപ്പിക്കണം എന്നോർത്ത് തന്നെ അയർലൻഡിൽ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ സ്റ്റേ ചെയ്യാനായിട്ട് പേരൻസ് നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ഇവിടുത്തെ വെതറിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ ഈ മഞ്ഞെല്ലാം വീഴുമ്പോഴത്തേക്കും ഭയങ്കര സ്നോഫോളിൽ എക്സൈറ്റഡ് ആവും, നമ്മൾ ഫോട്ടോ എടുക്കും, അങ്ങനെ. പക്ഷേ ആ സ്നോയ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിതമേ വെറുത്തു പോകുന്ന രീതിയാണ്. കാരണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ എല്ലാം അത് പൂർണ്ണമായിട്ടും ബാധിക്കും. അതുപോലെ ഒരു 6 മാസത്തോളം ചറപറാന്ന് മഴയും പിന്നെ കഠിനമായ തണുപ്പുമാണ്. ആ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഫസ്റ്റ് ആദ്യം വരുന്നവർ ഇതെല്ലാം മാനേജ് ചെയ്ത് എൻജോയ് ചെയ്യും. പിന്നെ പോകെ വരുമ്പോൾ നമ്മളങ്ങ് തണുപ്പ് കഴിഞ്ഞാൽ മതി, നമുക്കൊന്ന് വെയിൽ കണ്ടാൽ മതി, നമുക്കൊരു ചൂട് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷേ നമ്മൾ മലയാളികൾ ഏത് തന്നെ തടസ്സങ്ങൾ വന്നാലും നമ്മളതെല്ലാം ഹാൻഡിൽ ചെയ്യും, ഇല്ലേ? അതാണ് ഒരിത്. അപ്പം ഇതെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്കിവിടെ ഒരു വീട് മേടിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഓൾഡ് ഏജ് സമയത്ത് ഇവിടെ നമുക്ക് അതിന് വേണ്ടുന്ന പെൻഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വയസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടുകയോ അല്ലെങ്കിൽ നമുക്ക് സമ്പാദ്യമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാതെ ആളുകൾ കിടന്ന് വലയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓൾഡ് ഏജിൻ്റെ പെൻഷൻ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളപ്പം ഫ്യൂച്ചറിനെ ഓർത്ത് ഓവർ വറി ചെയ്യണ്ട. അതുപോലെ തന്നെ പിന്നെ നാട്ടിലെയോ അല്ലെങ്കിൽ ഗൾഫിലെയോ പോലെ കുട്ടികൾക്കായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട. കാരണം കുട്ടികൾ ഇവിടുന്ന് 18 വയസ്സ് മുതൽ അവർ എല്ലാം തനിയെ ജോലി ചെയ്യുന്നു, പഠിക്കുകയും ജോലി ചെയ്യുന്നതുകൊണ്ട് അവരുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരവരുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ തന്നെ ആ പേരൻസിലേക്കുള്ള ആ ഒരു ബർഡൻ അങ്ങ് മാറുകയാണ്. പിള്ളേർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഈവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർ പാർട്ട് ടൈം ജോലി ചെയ്ത് അവരുടെ ഡെയിലി എക്സ്പെൻസിനുള്ളത് കണ്ടെത്തുന്നത് കൊണ്ട് പിന്നെ അവരുടെ മൈൻഡ് സെറ്റും അങ്ങനെയാവും. അവർ ഇവിടെ ജോലി ചെയ്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് ചെറിയ പ്രായത്തിലേ വരുന്നത് കൊണ്ട് അവർക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അത് പേരൻസിന് അതും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം അവരെ പറ്റി ഓർത്ത് നമ്മൾ അത്ര വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഫ്യൂച്ചറിൽ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും എന്നുള്ള ഒരു 100% ഉറപ്പ് ഇവിടെ വരുന്ന പേരൻസിന് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഒരു കാര്യം. നമ്മൾ പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നും നീക്കി വെക്കേണ്ട കാര്യമില്ല, നമ്മളുടെ ലൈഫ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ് ഇവിടെ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നേഴ്സസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽസ് ഫുള്ളി സപ്പോർട്ട് ചെയ്യും. നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിലും മേലെ നമ്മൾ വേറെ എന്തെങ്കിലും PhDയോ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് കോഴ്സസ് ഉണ്ടെങ്കിലോ എല്ലാത്തിനും ഇവിടുന്ന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. അത് നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണേലും പോകാം, നമ്മളെ ആരും ബോദർ ചെയ്യത്തില്ല. അത് ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അയർലൻഡ് വന്നതിന് ശേഷം എനിക്ക് പല വിധത്തിലുള്ള പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പം നമുക്ക് ഒരു കൺട്രി വന്നു എന്നോർത്തുകൊണ്ട് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകണമെന്നില്ല. അപ്പം പ്രൊഫഷണലി ഞാൻ ഗൾഫിലാണ് എനിക്ക് നല്ല ഒരു ഉയർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ നഴ്സിങ്ങിൻ്റെ ഓൾമോസ്റ്റ് നല്ല പൊസിഷനിൽ തന്നെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ നല്ല രീതിയിൽ നല്ല ഹോസ്പിറ്റലുകളിൽ നല്ല ഫെസിലിറ്റീസിലെല്ലാം നമുക്ക് ഒരു സീനിയർ മാനേജർ ലെവലിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഫഷണലിലല്ല ഗ്രോത്ത് എനിക്ക് തോന്നിയത്, എൻ്റെ പേഴ്സണൽ ഗ്രോത്താണ്. ബിക്കോസ് അവിടെയൊക്കെ നമുക്ക് എന്ത് തന്നെ കഴിവുണ്ടായാലും നമുക്ക് ഒരു പുറത്തേക്ക് വന്ന് അത് നമുക്ക് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഉള്ള ഒരു സറൗണ്ടിങ് അല്ല അവിടെ ഉള്ളത്. നമ്മളെപ്പോഴും
എപ്പോഴും നമ്മുടെ ഡ്യൂട്ടിക്ക് പോവുക, തിരിച്ചു വരിക, അങ്ങനെയല്ലാതെ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അത്രയും ഒരു പേഴ്സണൽ ഫ്രീഡം അവിടെ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്കിനി മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം എനിക്ക് കുറവായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഫ്രീഡം നമുക്ക് വരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ജോലിയല്ലാതെ മറ്റൊരു കാര്യവും കൂടെ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് എപ്പോഴും. കാരണം ഒരു സൈഡായിട്ട് നമുക്കൊരു ബിസിനസ്, ഒരു ചെറുത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഡ്രീം ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ സൗദിയിൽ നമ്മൾ പോരുന്ന സമയത്താണ് ഡ്രൈവിംഗ് എല്ലാം ഫീമെയിലിന് അലൗഡ് ആയത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മളൊരു ഷോപ്പിൽ പോകണമെങ്കിലോ എല്ലാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതുതന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ഫ്രീഡം നമുക്ക് കിട്ടുന്ന ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് അയർലൻഡിൽ വന്നിട്ട് എൻ്റെ പേഴ്സണലി ഞാൻ ഗ്രോ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് വളരെ ലേസി ആയിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് ഇഷ്ടം പോലെ. കാരണം ഇവിടെ 3 ഡ്യൂട്ടിയുള്ളൂ, ബാക്കി 4 ദിവസം ഓഫാണ് വീക്കിലി. പക്ഷേ ആ 4 ദിവസം ഒന്നും ചെയ്യാതെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പം ഗൾഫിലാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കുറേ ആളുകളും ഉണ്ട്. അതപ്പോൾ ഓൾ ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് മേടിക്കുന്ന കാര്യം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. വളരെ എക്സ്പെൻസീവാണ് വീട് മേടിക്കുന്നത്. പക്ഷേ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിട്ടയർമെൻറ്റ്, അതായത് അയർലൻഡിൽ ഇപ്പോഴത്തെ റിട്ടയർമെൻറ്റ് ഏജ് 67 to 70 ആണ്. നമ്മൾ ജോയിൻ ചെയ്യുന്ന ഇതനുസരിച്ചാണ് ആ ഏജ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഏജ് വരെ നമുക്ക് ആ മോർഗേജ് പതുക്കെ അടച്ചു തീർത്താൽ മതി. അങ്ങനെയൊരു ഫെസിലിറ്റി ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒരു വർഷം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഫുഡ്. ഇവിടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ വിരളിലെണ്ണാവുന്ന സ്ഥലത്ത് മാത്രമേ നല്ല ഇന്ത്യൻ ഫുഡ് കിട്ടുകയുള്ളൂ. അതും എല്ലാം തന്നെ അത്ര അഫോർഡബിൾ അല്ല. അപ്പോൾ അതൊരു കാര്യം. അപ്പം നമ്മൾ ഗൾഫിലാണെങ്കിൽ എവിടെ നോക്കിയാലും പലതരത്തിലുള്ള തട്ടുകടയായിട്ടും ഇതായിട്ടും കേരള ഫുഡ്, ഹൈദരാബാദി ഫുഡ്, ആ ഫുഡ്, ഈ ഫുഡ് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ഫുഡുകൾ. ഇപ്പോഴും ഗൾഫിലെ ഫുഡാണ് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത്. നല്ല ഷവർമ, മന്തി, കബ്സ, ഇതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ കരയാൻ വരെയാണ് ചിലപ്പോൾ. അതുപോലെ ഞാൻ ഫുഡ് മിസ് ചെയ്യുകയാണ്. ഇവിടുത്തെ സംബന്ധിച്ച് ലൈഫ് കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത് ഗൾഫിൽ തന്നെയാണ്. എൻ്റെ കാര്യമാണ് പറയുന്നത്. കുറച്ച് നല്ല ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നത്. ജോലിയിലാണേലും വളരെ എന്താ പറയുന്നത്, അത്രയും നമുക്ക് ഫിസിക്കൽ എഫേർട്ടില്ല. ഏത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇവിടെ അയർലൻഡിൽ ഒരു നേഴ്സ് ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ തല മുതൽ കാലിൻ്റെ വിരൽ വരെയുള്ള അസ്ഥികൾക്കെല്ലാം വേദന വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ. 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതൊരു 12 മണിക്കൂർ തന്നെയാണ്. അതാണ് ജോലി. പക്ഷേ ആ ജോലിക്കുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ തുറന്നു പറയില്ല. കാരണം ആർക്കും ഇഷ്ടമില്ല. അപ്പം വരുന്നവരോടാണെങ്കിലും പറയും പോരെ എന്ന് പറയും. എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ പലരും പറയും, എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പറയാതിരുന്നത്, ഞങ്ങൾ എത്രയോ നല്ലതായിട്ട് ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരുന്ന, വെറുതെ ഞങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചു പേർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ അത് പ്രയോജനമാകട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഇതിനെല്ലാം അവസാനം ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. നമ്മൾ ഗൾഫിൽ ജീവിക്കണോ, നാട്ടിൽ ജീവിക്കണോ, ഇവിടെ ജീവിക്കണോ, അത് ഇവിടെ എങ്ങനെയാണ് ഓരോ സ്ഥലവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ ജീവിതം. ഗൾഫിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്, അയർലൻഡിൽ അതിലും സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്, നാട്ടിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മുടെ സന്തോഷവും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മളെ കൊണ്ട് തന്നെ കണ്ടെത്താനായിട്ട് പറ്റുകയാണെങ്കിൽ അത് ഏത് രാജ്യമാണെങ്കിലും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മലയാളികളല്ലേ, നമ്മളെവിടെ എവിടെയും അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാ ആളുകൾക്കും ഇപ്പം ഗൾഫിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മുടെ ആളുകൾ
സത്യത്തിൽ ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. അയർലൻഡിൽ ഇന്ത്യൻസിനെ കൊണ്ട് എല്ലാവർക്കും നല്ല കാര്യമാണ് നടക്കുന്നത്. അല്ലാതെ ഇന്ത്യൻസ് അതൊരു പ്രശ്നക്കാരായിട്ട് അയർലൻഡിലില്ല. പിന്നെ ഗൾഫിലാണെങ്കിലും നമ്മൾ ഇന്ത്യൻസ് ഏറ്റവും അധികം ഹാർഡ് വർക്കിംഗ് ആളുകൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഗൾഫിൽ നിന്ന് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വെൽക്കം, ഗുഡ് ലക്ക്. അതുപോലെ തന്നെ ഗൾഫിൽ തന്നെ നിൽക്കുന്നവർക്കും ബെസ്റ്റ് വിഷസ്.